ഇനി നമ്മുടെ ടെറസ് ഗാർഡനിലേക്ക് സൂപ്പറായിട്ടുള്ളൊരു പൈനാപ്പിളും കൂടി ആഡ് ചെയ്താലോ? അടിപൊളിയായിരിക്കും അല്ലേ? അപ്പം എന്നാൽ അതിൻ്റെ ഒരു വീഡിയോ കാണാം. ഇതേപോലെ നല്ല അടിപൊളി പൈനാപ്പിൾ ഉണ്ടാ ഇത് നടാൻ പിന്നെ ആഗ്രഹം തോന്നാതിരിക്കും. അപ്പം ഞങ്ങൾ പിന്നെ ഫോറം മാളിൽ പോയപ്പോഴേ അവിടെ സൂപ്പർ മാർക്കറ്റിൽ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താ രസം കാണാൻ, നല്ല ഇങ്ങനെ ഗുണ്ടുമണികൾ പോലത്തെ പൈനാപ്പിൾ. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം ഇങ്ങോട്ട് എടുത്തു വിട്ടു. അപ്പോൾ അത് പച്ചയാണ്, എല്ലാം പച്ചയായിരുന്നു, മൂത്തിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നണം. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ഒരു മുകൾ ഭാഗം എടുത്തിട്ട് നടാന്നുള്ള പ്ലാനാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ വീട്ടിൽ വന്നു, അതിനെ പഴുപ്പിച്ചെടുത്തിട്ട് പൈനാപ്പിളിനെ നല്ല അത്യാവശ്യത്തിന് പഴുത്തിട്ടുണ്ട്. നല്ല മണം വന്നപ്പോൾ ഞാനതൊക്കെ കട്ട് ചെയ്ത് സൂപ്പറായിട്ട് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തിട്ടോ. അപ്പം നമ്മുടെ ഈ കത്തി കണ്ട കുറേ മുന്നുള്ള കത്തിയാണിത്. അങ്ങനെ പൈനാപ്പിളിൻ്റെ ഇലയായിട്ട് ഞാൻ മേലെ കയറിയപ്പോൾ ഇന്ന് ടെറസിൽ നല്ല അടിപൊളിയായിട്ടൊരു ചെമ്പരത്തി വിരിഞ്ഞിട്ടുണ്ട്. എന്താ കാണാൻ ഭംഗി, ചുമപ്പ് കളറും പച്ച ഇല, എന്ത് രസമാണ് കാണാനല്ലേ. നല്ല ഉണ്ട ചെമ്പരത്തി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു. അപ്പോൾ അതിൻ്റെ താഴെ ടർട്ടിൽ വൈനൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊക്കെ നല്ല മഴയാണ് വൈകുന്നേരം. അപ്പോൾ നനക്കലൊക്കെ ഭയങ്കര ഒരു നല്ല മഴ ഒന്നും പെയ്യില്ല, ഒരു ചെറിയൊരു മഴ നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട്. നനക്കാനും കയറാനും പറ്റൂല. അങ്ങനെ ഞാൻ പൈനാപ്പിൾ നടാനുള്ള ഒരു കവർ തപ്പിയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ വളരി അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ, വലുതായി തുടങ്ങുന്നുണ്ട്. പിന്നെ ഈ ഒരു ബക്കറ്റ് കണ്ടതേ. അപ്പോൾ ഇതിൻ്റെ ഒരു വിശേഷമുണ്ട്, പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ആ ബക്കറ്റിൽ നമ്മുടെ പൈനാപ്പിൾ നടാമെന്ന് വിചാരിച്ചിട്ട് അതൊരു പൊക്കത്ത് കയറ്റി വെക്കാൻ പോണേനെ. എനിക്കാണെങ്കിൽ ഒരു കുമ്പിട്ടിട്ട് പണിയെടുക്കാനും വയ്യ, ഭയങ്കര മടി. ഈ ഒരു വെള്ളരി വെറുതെ ഈ ബക്കറ്റിൽ, പൊട്ടിയ ബക്കറ്റാണ് കേട്ടോ, അപ്പോൾ അതിൽ വെറുതെ മുളച്ച് വന്നിക്കാണ്. അപ്പം ഞാനിത് കുറച്ച് പൊക്കം വെക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മാറ്റി ചട്ടതിലൊന്നും ഇറക്കാതെ ഇനി ചെരിച്ച് വെച്ചിട്ട് നനച്ചു കൊടുക്കും. എന്നിട്ട് അതിൽ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ കരിയിലൊക്കെ ഫുള്ള് നിറച്ചിട്ട്, കുറച്ച് കരിയില നിറച്ചിട്ട് മണ്ണിട്ടിട്ട് നമ്മുടെ കൈതച്ചക്ക നടാം. ഇതിൽ വെള്ളരി അങ്ങോട്ട് പടർന്നു പോയിക്കോളൂ, കൈതച്ചക്ക അതിലിരുന്നോളൂ, നമുക്ക് അങ്ങനെ നടാം കേട്ടോ. അപ്പോൾ ഈ നേരത്തെ ഇടി വെട്ടുന്നുണ്ട്, ഞാൻ ടെറസിൻ്റെ പൊക്കത്താണ്. നല്ല മഴക്കാറും ഇടി വെട്ടണമൊക്കെ ഉണ്ട്. പെട്ടെന്ന് നട്ടിട്ട് താഴത്തേക്ക് പോണേ. അത് കഴിഞ്ഞിട്ടൊരു കല്യാണത്തിന് പോകാനുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഈ ടൈം എന്താ പറയുക, നമ്മുടെ ഇവിടെ മഴയുണ്ട് കേട്ടോ, ഇടിവെട്ടും മഴയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നനയ്ക്കലൊക്കെ വളരെ കുറവാണ്. വൈകുന്നേരം 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇടിവെട്ടും മഴയൊക്കെ പെയ്യും. അപ്പോൾ ഇതൊരു കരിയില, നമ്മുടെ വെള്ളരിനെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് കരിയില നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കമ്പോസ്റ്റ് മണ്ണ് കൂടിയൊക്കെ ചേർന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തത്. അപ്പം ഇങ്ങനെ മാറ്റി ഒരു കുഴി പോലൊക്കെ ഉണ്ടാക്കി നമ്മുടെ കൈതച്ചക്ക ഇതിലേക്ക് ഇറക്കി വിസ്മിയൊക്കെ ചെല്ലിയിട്ട് നടുക. എന്തെങ്കിലുമൊക്കെ നടുമ്പോൾ പാക്ക് അങ്ങനെ ഇട്ട് കൊടുത്തു. മണ്ണ് ഞാൻ നന്നായിട്ട് ഉറപ്പിച്ച് വെക്കണമെന്നില്ല, ഇങ്ങനെ മണ്ണിൻ്റെ മുകളിൽ വെക്കണുള്ളൂ. ഇനി വേരൊക്കെ പിടിക്കണം. അങ്ങനെ നല്ല അടിപൊളിയൊരു ഇടിവെട്ടും കിട്ടി, സൂപ്പറായിട്ടുള്ളൊരു മഴയും പെയ്ത്. അങ്ങനെ വേഗം താഴത്തേക്ക്, ഇടി വെട്ടിയപ്പോൾ തന്നെ താഴത്തേക്ക് ഓടിയിട്ട്. അപ്പോൾ കടയിലുള്ളവരൊക്കെ നിന്ന് നോക്കുന്നുണ്ട്. നല്ല ഇടിയാണ് വെട്ടിയതേ. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു, അത്രേ പറയാറുള്ളൂ. അപ്പോൾ മിന്നലും ഇടിയും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് വന്നത്. അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ അതേ അന്തരീക്ഷം നല്ല സൂപ്പറായിട്ട് മഴവില്ല അങ്ങോട്ട് വിരിഞ്ഞ് നിന്നപ്പോൾ കാണാൻ എന്താ ഭംഗി. നമ്മുടെ കൈതച്ചക്ക നട്ടത് നോക്കിയിട്ട് മഴവില്ല ചിരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്, അത്രക്കും ഭംഗിയുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പൈനാപ്പിൾ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് സൂപ്പറായിട്ട്.
അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട്. നനക്കാൻ പ്രകൃതി തന്നെ നല്ല സൂപ്പറായിട്ടുള്ള മഴയും തന്ന്, മിന്നലും തന്ന്, ഇടിയും തന്ന്. അതെൻ്റെ മേൽ കൊണ്ടില്ല, ഭാഗ്യം കൊണ്ട് ഞാൻ ആയുസ്സുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. അപ്പം കല്യാണത്തിന് പോകാനുള്ളതാണ്. തട്ടിപ്പോയിരുന്നെങ്കിൽ ഇപ്പോൾ ആ കല്യാണം കൊളായേനെ. എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആയിരുന്നു എന്നറിയും അവിടെ പോയപ്പോൾ. അപ്പോൾ ഒരു കായലിൻ്റെ തീരത്ത് വൈകുന്നേരം റിസപ്ഷനായിരുന്നു കേട്ടോ പരിപാടി. നമ്മുടെ തൊട്ടയൽവാസി, നമ്മുടെ ടെറസിൻ്റെ നമ്മൾ കൃഷി ചെയ്യണതിൻ്റെ തൊട്ടപ്പുറത്തിട്ടുള്ള മാഗി ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചിയുണ്ട്. ആ വീട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പം അതിൻ്റെ മോൻ്റെ പരിപാടിയായിരുന്നു കേട്ടോ റിസപ്ഷൻ. ഒരു റിസോർട്ടിലായിരുന്നേ. അപ്പോൾ അൽഹംദുലില്ലാ കുറച്ചും കൂടിയൊക്കെ ആയുസ്സുണ്ടെന്ന് തോന്നുന്നു. നല്ല പൂക്കളൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാനും ഒരുപാട് പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യാനൊക്കെ ഉള്ള ആയുസ്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും നല്ല അടിപൊളി ഇടി മിന്നലൊക്കെ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് ടെറസിൻ്റെ മുകളിൽ നിന്ന് പോകുന്നത് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുക. ചീത്ത അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതും പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ടാറ്റാ, ബൈ ബൈ.